തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ കടലാസിലൊതുങ്ങി. ഇടവേളയ്ക്ക് ശേഷം തെരുവുനായ ശല്യമേറി നഗരസഭാ പരിധിയിലെ കോടിമത പച്ചക്കറി മാർക്കറ്റിലാണ് തെരുവ് നായ്ക്കളുടെ ശല്യമേറെയും. മാർക്കറ്റിനുള്ളിലും പുറത്ത് MG റോഡിലും താവളമടിക്കുന്ന ഇവരുടെ ആക്രമണം ഏറെയും ഇരുചക്ര വാഹന യാത്രക്കാരോടും കാൽനട യാത്രക്കാരോടുമാണ്. തെരുവുനായ നിയന്ത്രണത്തിനായുള്ള ABC സെന്ററിന്റെ സമീപത്താണ് ഇവയുടെ വിളയാട്ടം. നഗരസഭയോട് ചേർന്ന പനച്ചിക്കാട് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ തെരുവുനായകൾ ഉള്ളത്. കഴിഞ്ഞ വർഷം തെരുവുനായയെ പിടികൂടാൻ ശ്രമിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് കടിയേറ്റതും വാർത്തയായിരുന്നു. 3 ലക്ഷം രൂപ തെരുവുനായ നിയന്ത്രണത്തിനായി പഞ്ചായത്ത് നീക്കിവെച്ചിരുന്നു. ആദ്യഘട്ടം 50ഓളം നായ്ക്കളെ പിടികൂടി കോടിമതയിലെ സെന്ററിൽ എത്തിച്ചിരുന്നെങ്കിലും പദ്ധതി തുടരാനായില്ല. ഇതോടെ നായശല്യം ഇരട്ടിയായി. നാട്ടുകാർ നിരവധി തവണ നായശല്യത്തെപ്പറ്റി പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. തെരുവുനായ നിയന്ത്രണത്തിന് വേണ്ട പദ്ധതികൾ ആരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പദ്ധതി നടത്തിപ്പിൽ പണഞ്ഞെരുക്കും പ്രധാന തിരിച്ചടിയായി. മെഗാ ABC സെന്റർ, മിനി ABC സെന്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കേജസ് എന്നിവ ആരംഭിക്കണമെന്നായിരുന്നു നിർദ്ദേശം. സാമ്പത്തിക ചെലവ് കൂടിയതും സ്ഥലം ലഭിക്കാതെ വന്നതുമാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. ഇത്തരം സെന്ററുകളിലൂടെ 60ലേറെ നായ്ക്കളെ വന്ധീകരിക്കാൻ കഴിയുമായിരുന്നു. നിലവിൽ കോടിമതയിലെ സെന്ററിൽ മാത്രമാണ് നായ്ക്കളെ വന്ധീകരിക്കുന്നത്.